ഈനാട് ദർഗയിലാണ് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ബസ്സുകൾ കാണുന്നുണ്ട് കേട്ടോ. അതായത് വ്യത്യസ്തമായിട്ടുള്ള കളറായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ബസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ. ഇങ്ങനത്തെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന വണ്ടി ഇതുപോലെ ടോപ്പിൽ ദാർപ്പായി തിരിച്ചിട്ട് വന്നിക്കാണ്. ബസ്സുകളൊക്കെ വൈറ്റ് ആണെങ്കിലേ നമ്മളെ ബസ് ഏതാണെന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? അതാണ് ഈ ടൂറിസ്റ്റ് ബസ് വൈറ്റ് ആക്കിയല്ല ഏറ്റവും വലിയ ദ്രോഹം. ഇവിടെയൊക്കെ കുക്കിങ് കാര്യങ്ങൾ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ തല വരണ്ട് വീണാട് ദർഗയിലുള്ളത്. വണ്ടിയൊക്കെ എങ്ങനെയാണ് കേട്ടോ, എല്ലാ സാധനങ്ങളായിട്ടാണ് പോകുന്നിക്കണേ. പോകുമ്പോൾ കണ്ടൊരു ദോസ്ത് കേട്ടോ, ബടാ ദോസ്ത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ കിടന്നിറങ്ങിയിട്ടാണ് വരുന്നത്. ഒരു ഐസൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഈ ഒരു കൊട്ടവണ്ടിയിൽ വരെ വന്നിക്കണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കാൻ പറ്റും. ഒരു സൈഡിലേക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് ഒതുക്കി വെച്ചിരിക്കണേ. അതുപോലെയൊക്കെ പായ വിരിച്ചിട്ടേ രണ്ട് സൈഡിലും ആൾക്കാർ കിടക്കൂട്ടാ. ഈ ലോറി അതുപോലെ ഒന്നാണ്, അതിൻ്റെ ബാക്കിലുള്ള വണ്ടി അതുപോലെ ഒന്നേണ്. ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ ഭയങ്കര രസം. ഞാൻ കാണിച്ചു തരാം. ലോറിൻ്റെ ഒക്കെ ബാക്ക് നോക്കിയിട്ടാ ഇത്രയും ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വന്നിക്കണേ. ഈ ലോറിയിൽ വന്നിക്കണേ. ഇതൊക്കെ ഒരു വെറൈറ്റി അനുഭവമാണ് കേട്ടോ. ഇതുപോലെ നമ്മളെ നാട്ടിൽ കാണലില്ലല്ലോ. ഇവിടെ മൊത്തതാണ് കേട്ടോ അവസ്ഥ. ഓരോ ടീമും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഫുഡ് ഉണ്ടാക്കണേ. വേറൊരു വണ്ടി ഇതാ തട്ടൊക്കെ അടിച്ചിട്ട് വന്നിട്ട് പോയി കഴിഞ്ഞാലേ ഇവിടെ കാണാൻ കുറേ ആൾക്കാർ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇരിക്കുന്നു കേട്ടോ. ദാർപ്പായി കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്തൊരു ഫീലിങ്സാന്നുള്ളത് ഇവിടെ വന്നാലേ അറിയുള്ളൂ. ഭയങ്കര എൻജോയ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കിടന്നിറങ്ങാനും ഇരിക്കാനും. നല്ല രാത്രി ഫുള്ള് ആളായിരുന്നു കേട്ടോ. ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഈ പ്രദേശത്ത് ഫുള്ള് ആൾക്കാരായിരുന്നു. ഈ ഒരു വണ്ടി ഇതാ ഇതുപോലെ പായും കാര്യങ്ങളൊക്കെ നിലത്താണ്ട് ഇരിക്കലാണ് കേട്ടോ. ഇവിടെയൊക്കെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ രണ്ടട്ടിയാണ് കേട്ടോ. ഇതൊക്കെ ആടിനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഭാഗത്താണ് വീണാട് ദർഗ. അത് നമ്മൾ വേറെ തന്നെ ഒരു കണ്ടന്റാക്കി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വന്നിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിചയപ്പെടുത്തുന്നത്. നോക്കിയിട്ടാ കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത് വരെ വെച്ചിട്ടുണ്ട്. ട്രിപ്പിനായിട്ടുള്ള വണ്ടിയാണ് കേട്ടത്. പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇതില്. ഈ ഒരു വണ്ടിയിലാണ് കേട്ടുള്ളത്. വിവിധ തരത്തിലുള്ള യാത്രകളാണ്. അവിടെ വേറൊരു വണ്ടി. ഇനി ഞാനേ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. വലിയൊരു ലോറിയിൽ കുറേ ആൾക്കാർ വന്നിക്കുക. ലോറി ഇതാണ് കേട്ടോ. ഇതിൽ മൈക്ക് സെറ്റ് എന്തെല്ലാം ചെയ്തിക്കണെന്ന് വെച്ചിട്ടാ ഞാൻ കാണിച്ചു തരാം. 2 ലോറി ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ലോറി ഇതാണ്. ഈ ലോറിയാണ്. ഇതിൻ്റെ ഉൾഭാഗം നോക്കിയിട്ടാ ഇവിടെ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ പായ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ വണ്ടിയുടെ വലുപ്പം നോക്കി 10 വീലാണ്. ഈ ഏരിയയിൽ മാത്രമാണ് കേട്ടോ കടകളുള്ളത്. ആ കാണുന്നത് ഒരു ടീ ഷോപ്പാണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരു ലൈനിലുള്ള കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഈ ലൈനിലൊക്കെ വണ്ടികൾ കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം. നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കട്ടാ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ കണ്ടിക്കണമെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക. ഇനി ഒരുപാടുണ്ട്. ലെങ്ത്ത് നീണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എടുക്കുന്നില്ല കേട്ടോ. ലാസ്റ്റായിട്ട് ഈ ഒരു വണ്ടിയും കൂടി കാണിച്ചാൽ ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ ലോറിയുടെ ഈ 10 വീലിൻ്റെ നേരെ അപ്പുറത്തുള്ള ലോറിയുടെ കേട്ടോ. അതൊക്കെ ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. ഈ ഒരു വണ്ടിയിലൊക്കെ എത്ര ആൾ വന്നു നോക്കണേ. ഈ ഒരു കാഴ്ച നമ്മുടെ നാട്ടിലാണെങ്കിലുള്ള അനുഭവങ്ങളൊന്ന് പറയട്ടാ. MVDക്ക് എത്രമാത്രം ഫൈൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഉള്ള അഭിപ്രായം പറയട്ടാ. ഇവിടേക്കുള്ള പുടവ കൊണ്ടുവരുന്ന ഒരു കൗതുകരമായിട്ടുള്ള കാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ആൾക്കാർ ഇതുപോലെ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് രീതികൾ നമ്മൾ കണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുടവ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ 5-6 തവണയായിപ്പോൾ നമ്മൾ കാണുന്ന കേട്ടോ. 144 അടി ഉണ്ട് എന്നുള്ളതാണ് ഈ പുടവൻ്റെ നീട്ടം. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടാണ് കേട്ടോ. കുട്ടികളത് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് അതിന് മേലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ള കയറിക്കണം. അതുകൊണ്ട് സുഖമായി. ഉള്ളിൽ കയറി പിന്നെ റിട്ടേൺ പോവും. അവിടെ പോട്ടെ. അവിടെ എടുത്തിട്ട് ഇതാ 2-3 ദിവസമായി ആകെ സ്വീപ്പ്. അതിന് മുള്ളിൽ മൊത്തം കടിച്ച് കീറി അരപ്പാക്കിട്ടാണ്. ബോക്സ് തന്നെ കുറേ കൊളാക്കി. ഇവിടെ നോക്കി, ഇവിടെ നോക്കാം, ഇവിടെ കൊളാക്കി, ഇവിടെ ഒക്കെ കടിച്ചരപ്പാക്കി. വണ്ടിക്കുള്ളിലേ പെരിച്ചായി കയറിയിട്ടാ. പെരിച്ചായി കാണിച്ചരാ. ചിലപ്പോൾ മണ്ടും ഇവിടുന്ന്. കുറേ ദിവസമായി 2-3 ദിവസമായി ആകെ സ്വീപ്പായിരുന്നു. ഉള്ള വയറൊക്കെ കട്ടാക്കി വെച്ചിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം.
രാത്രി നമ്മൾ കിടന്നുറങ്ങിൻ്റെ ശേഷമല്ലേ നമ്മൾ വണ്ടിയിലുണ്ടാവുമ്പോൾ ഒച്ചപ്പാടുണ്ടാവില്ല അല്ലേ? ഇതാണ്ട സാധനം, ഇതിട്ട സാധനം എന്തായിരിക്കണേ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ മൊത്തമാണ് കേടെത്തി. അതുണ്ടായത് സബിലാണ്. ഇപ്പോൾ സബ് ഇതൊക്കെ തയ്ച്ച് വെച്ചിരിക്കണേ. വണ്ടിയിലേ പെരിച്ചായി കയറിയപ്പോൾ ഫുള്ള് സാധനങ്ങൾ ഇറക്കിയിട്ടാ. അങ്ങനത്തെ നമ്മൾ മഞ്ഞുവൽ ബോയ്സ് ആയിരുന്ന ടീംസ് ഇവിടെ ഓല് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴേ അത് നമുക്ക് തന്നിട്ട് കുറച്ച് നൂഡിൽസാണ് ഉണ്ടാക്കിയത്. ഇന്നലെ രാത്രി ബിരിയാണി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തൈര് ചോറുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. മലയാളം അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഹിന്ദി, തെലുങ്ക്, കന്നഡ അതൊക്കെ അറിയുന്ന ആൾക്കാരാണ്. ആ ഒരു കോളേജിലാട്ടോ അവർ വന്നിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ യാത്ര ലൈഫ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് നമ്മളുള്ളത്, കണ്ടില്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തും അതിൻ്റേതായ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതൊക്കെ എത്ര സ്നേഹമാണ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. നൂഡിൽസ് ആട്ടോ, 2 ഐറ്റം നൂഡിൽസ് അല്ലേ? 2 മസാലയിൽ ചെയ്താവുന്നുണ്ട് അല്ലേ? ഇതൊരു ഐറ്റം കേട്ടോ ഈ കൂട്ടം. ഇത് വേറെ ഒരു ഐറ്റം. സൂപ്പ്, മാഗി സൂപ്പ് അല്ലേ? അയ്യോ, മാഗിൻ്റെ സൂപ്പ് ഇട്ടോ. അതായത് മാഗിൻ്റെ വെള്ളമല്ലേ, വെള്ളം അടിപൊളി. ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കാര്യങ്ങളും രുചിയൊക്കെ കേട്ടോ. മാഗി സൂപ്പ് ഇട്ടാ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ പറയും, അടിപൊളി സാധനം. ഇവിടെ യാത്രയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അതാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട്. നമ്മളുള്ള ആന്ധ്രാപ്രദേശിലെ വീണാട് ദർഗയിലാണ് കേട്ടോ. ഈ ദർഗൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 144 അടി ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു പാർട്ടാക്കിയിട്ട് ചെയ്യാം.